കൊല്ലം ചെമ്മാൻമുക്കിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. കരിക്കോട് പേരൂർ സ്വദേശി രാജനാണ് അപകടത്തിൽ മരിച്ചത്. സ്ഥലത്ത് CCTV ദൃശ്യങ്ങളില്ലാത്തതിനാൽ കാർ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ശനിയാഴ്ച രാത്രി 11:30-ഓടെയാണ് അപകടമുണ്ടായത്. റെയിൽവേ സ്റ്റേഷനിലെ പ്രീപെയ്ഡ് സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറാണ് രാജൻ. ട്രെയിനിലെത്തിയ ഡീസന്റ് മുക്ക് സ്വദേശിയും കൊണ്ട് യാത്ര പോകവേ പിന്നാലെ വന്ന കാർ ഓട്ടോറിക്ഷയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രാജനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഓട്ടോറിക്ഷ മുന്നോട്ട് നീങ്ങി സമീപത്തെ ഇരുമ്പ് തൂണിലാണ് ഇടിച്ചു നിന്നത്. ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യാത്രക്കാരന് നിസാര പരിക്കേറ്റു. ഇടിച്ചു തെറിപ്പിച്ച കാർ നിർത്താതെ പോകുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ ഞങ്ങളുടെ ഒപ്പം അവിടെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന ഡ്രൈവറായിരുന്നു. ശനിയാഴ്ച രാത്രി 12:30 മണിക്ക് 12:30 കഴിയെ വണ്ടി അവിടെ നിന്നൊരു ഓട്ടം വരികയും ഡീസൻ്റ് മുക്കിലേക്ക് ഓട്ടം വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കുട്ടിയായിരുന്നു അതിനകത്ത് കയറിയത്. അങ്ങനെ അവർ വരുന്ന വഴിക്ക് ഈ ചെമ്മാമുക്ക് പാലത്തിൻ്റെ ഇറക്കം, അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന് കയറുമ്പോൾ അവിടെ നിന്ന് പുള്ളി വലത്തോട്ട് തിരികുകയും ഇടത്ത് സൈഡ്, അതായത് കടപ്പാക്കടയിൽ നിന്ന് വന്ന വാഹനം അതിൻ്റെ ബാക്ക് ഇടിക്കുകയും തിരിച്ച് അദ്ദേഹം അതിൽ നിന്ന് തെറിച്ചു പോയി വീഴുകയും ചെയ്തു എന്നും പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നും പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞ് ഓടിവിടെ വരുന്നത്. ഈ വണ്ടി ആക്സിഡൻറ്റ് സംഭവിച്ച സ്ഥലത്ത് വരുമ്പോൾ ഞങ്ങൾ കുറേ കുട്ടികളെ കണ്ടു. ആ കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാ മക്കളെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേക്കണ കണ്ണ ഒരു വണ്ടി നിർത്താതെ പോയി. ഹൈ സ്പീഡായിരുന്നു വാഹനം, ഭയങ്കര സ്പീഡായിരുന്നു. കാരണം അവന്മാർ തട്ടിയിട്ട് നിർത്താതെ പോയി. വണ്ടി നമ്പരോ വണ്ടിയോ അറിയാവുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാഹനം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല, കാരണം വണ്ടി ഒരു I10 ആണെന്നോ ഏതാണ്ടൊന്ന് പറഞ്ഞു. അപകടത്തിന് പിന്നാലെ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ഇതുവരെയും കാർ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. സ്ഥലത്ത് CCTV ക്യാമറകൾ ഇല്ലാത്തതിനാൽ കാർ തിരിച്ചറിയാൻ ഇതുവരെയും പറ്റിയില്ല. ആകെ ഉണ്ടായിരുന്ന ക്യാമറകൾ തകർന്ന നിലയിലുമാണ്. പക്ഷേ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല, ഊരി മാറ്റിയായിരുന്നു. വണ്ടിയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ക്യാമറ നമ്മൾ നോക്കിയിട്ട് ക്യാമറ ഇല്ലെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ തിരക്കി ഒന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞത് അത് തിരിച്ചറിഞ്ഞിട്ടില്ല. രാത്രി ഇവിടെ നിന്ന് പയ്യന്മാർ പറഞ്ഞത് ഹോസ്പിറ്റലായിരുന്നു പറഞ്ഞേക്കുന്നത്. ഗ്രേ കളർ I10 കാറാണ് അപകടമുണ്ടാക്കിയതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നതാണ് ഉയരുന്ന ആക്ഷേപം. എത്രയും വേഗം കുറ്റക്കാരെ കണ്ടെത്തണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, കൊല്ലം.